പണിപ്പുരയിലേക്ക് നമ്മുടെ ടീയക്കുട്ടി കടന്നിട്ടുണ്ട്. പ്രോ എത്തി. അതിന് മൊത്തം കുളമാക്കും ഗൈസ്. ആ മെല്ലെ മെല്ലെ വലിക്കും, എന്നിട്ട് അതിനെ കറക്റ്റ് ആക്കി വയ്ക്കും. രണ്ടും കൂടി മിക്സ് ആക്കരുത് കേട്ടോ ചിപ്പിയെ. ബ്രോ എവിടെ? മെല്ലെ കേട്ടോ. ആ മെല്ലെ ഗൈസ്. പണിയെടുക്കൽ ഡേ ആണ്. മെല്ലെ തിരിച്ചു പിടിക്കൂ. ആ എന്താ അതിനങ്ങോട്ടല്ല, അപ്പപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്തതിൻ്റെ കുളം മെല്ലെ ഇതുവരേക്കാക്കും. അപ്പോൾ ഒരു ചെറിയ വെയിൽ വരുമ്പോൾ നമുക്ക് ഉണക്കാൻ പറ്റും ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഈ മാസം മിസ്സാക്കുമോ വിചാരിച്ചു ജാതിക്ക സീസൺ. പക്ഷേ ഞങ്ങൾ വന്നു ഗൈസ്. 4 ദിവസത്തെ ഒഴിവാണ്. ഇവിടെ അതികുട്ടൻ പണിത്തിരക്കിലാട്ടോ. ഓഗസ്റ്റ് 13-നാണ് എക്സാം. അല്ലടാ, നീ ഏത് കാലത്ത്? ആ പിന്നെ അടുത്ത ആഴ്ച ആണെങ്കിൽ മമ്മ ഇങ്ങോട്ട് വരും. എന്റെ പൊന്നേ, എന്താണ് ഗെറ്റ് ഔട്ടും ഇവിടെ ഒരാൾക്ക് സാറ്റിസ്ഫൈയിങ് ആട്ടോ. ഓക്കെ, കറക്റ്റാക്കി ചെയ്തോളൂ. ഇനി നമുക്കിത് ഉണക്കിയെടുക്കാം. എന്താണ് പരിപാടി? എന്തോ ഒരു ചാലഞ്ചിനാണല്ലോ. എന്താ പരിപാടി? തൊലിക്കുക ഗൈസ്. തീക്കുട്ടി നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റ് വന്നാണ്. അപ്പോഴാണ് തീക്കുട്ടി ഇവിടെ ജാതിക്ക തൊലിക്കണ്ടായിരുന്നത് കേട്ടോ. ഇത് എന്താ ചെയ്യണം? എനിക്ക് കിട്ടണില്ല. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കിട്ടണേ ഇല്ല. 4 മണിക്കൂറൊക്കെ ആയി നോക്കണം. ഇത് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ ആക്കി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഞാൻ ചെയ്തുതരാം. എന്താ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്താണ് നിങ്ങൾ പറയണത്? മനസ്സിലാവണ്ട എനിക്ക്. ഇതൊരു പെന്ന് ട്രിക്കാണ്. ഓക്കെ പറയൂ. ഇങ്ങനെ പിടിക്കും. ഓക്കെ, ഇങ്ങനെ അത് സ്പീഡിൽ ചെയ്യണ്ട കേട്ടോ. ഓക്കെ, ഇങ്ങനെ ആക്കി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ പിന്നെ ആക്കാം. എന്താണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അവരെന്താ പറഞ്ഞ മനസ്സിലായിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്തോളൂ. അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ജാതിക്ക നല്ല ഭംഗിയിൽ തൊലിച്ചെടുക്കാൻ പോകണം. അതായത് ജാതിക്ക വേറെ ഗൈസ്. ഇപ്പൊ ദേ ജാതിക്ക ഇപ്പം ലൈവായിട്ട് പറിച്ചിട്ട് കൊണ്ടുവന്ന കേട്ടോ. ഓ ലൈവ് വെള്ളമുണ്ട്, ചെളി ഉണ്ടാവും, അതൊന്നും കാര്യമില്ല. ഇത് നമ്മൾ നല്ല വേറെ രീതിയിൽ ഇവർക്ക് ചാലഞ്ചിന് വേണ്ടി സെറ്റ് ആക്കാം കേട്ടോ. നല്ലത് മാത്രം, എല്ലാം നല്ലതാണ്, അതിന് നല്ലതെന്നൊന്നും ഇല്ല. അപ്പൊ ഇവർക്ക് ചാലഞ്ചിന് വേണ്ടിയിട്ട് എത്ര ജാതിക്ക ഇവർ തൊലിച്ചെടുക്കുന്നു എന്നുള്ള ഒരു അടിപൊളി ചാലഞ്ച് ആട്ടോ. ഓക്കെ, 2 പേര് റെഡിയാണോ? സ്റ്റാർട്ട് ചെയ്യട്ടെ. 1 മിനിറ്റ് ആട്ടോ ടൈം. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്ര ജാതിക്ക കറക്റ്റായിട്ട് തൊലിക്കണം. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് തരാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം തൊലിച്ചോ. എവിടെ നിന്റെ? അങ്ങനെ ദൂരെ ഇടരുത്. എത്ര എണ്ണം? നല്ല ഭംഗിയിൽ കേട്ടോ, ഭംഗിയിൽ ഇതാക്കണേ. ദൂരെ ഇടരുത്, താഴെ തന്നെ വെക്കൂ. 1 മിനിറ്റ് ആവുന്നു. എത്ര ഭംഗിയിലാണ്. അങ്ങനെ 2 പേരും ജാതിക്ക ഇങ്ങനെ ഓരോന്നായി തൊലിച്ചിട്ടിരിക്കുന്നുണ്ട്. അതിക്കുട്ടൻ ഇത്തിരി സ്പീഡാണ്, പക്ഷെ ടീയക്കുട്ടി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും അതിൻ്റെ കുരുവിനൊക്കെ എവിടെയോ വലിച്ചെറിയാണ് കേട്ടോ. അപ്പോൾ 2 പേരിൽ ആരാണ് ഭംഗിയായി ജാതിക്ക തൊലിച്ചത് നിങ്ങൾ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ടീക്കുട്ടി എത്രയായി എന്താണെന്നൊന്നും അറിയുന്നില്ല. അവസാനം വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പപ്പനാണ് കേട്ടോ. ഇതിൻ്റെ എങ്ങനെയുണ്ട് ഇവർ തൊലിച്ചത്, എത്ര എണ്ണം പൊട്ടിയിട്ടുണ്ട്, ആരുടെയാണ് നല്ലത് എന്നൊക്കെ നോക്കുന്നത് അപ്പാപ്പനാണ്. മെല്ലെ അതിക്കുട്ടനൊക്കെ ഏകദേശം ചെയ്യുന്നുണ്ട്. എടാ അത് പോയിട്ടോ മാർക്ക്? പൊട്ടിയോ? അതിക്കുട്ടൻ്റെ കുറെ പൊട്ടിന്നാ തോന്നുന്നത്. ടീയക്കുട്ടിന് എന്ത് ഭയങ്കര ഫാസ്റ്റാണ്. അല്ല, അവൾക്ക് പിന്നെ ശീലമുണ്ട്. 2 പേർക്ക് നല്ല ശീലമുണ്ട് കേട്ടോ. പക്ഷെ ഈ ഒരു ചാലഞ്ച്, ഇതുപോലെ ചാലഞ്ച് ഇത് ആദ്യമായിട്ടാണ്. എപ്പോഴേ പൊട്ടി? അത് വേണ്ട എന്റെ പൊന്നേ. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. സ്റ്റോപ്പ്. മതി. സ്റ്റോപ്പ്. ഓക്കെ, നോക്കട്ടെ. അതിനെല്ലാം മാറ്റി വെക്കൂ. നിങ്ങളുടെ ഇത് മാത്രം മാറ്റി വെക്കൂ. ടീയ ഓൾറെഡി അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതികുട്ടൻ്റെ
അദ്വിക്കുട്ടൻ അതില് അവൻ ആ ജാതിന്റെ കുരു കൂടി ഇട്ടപ്പോ ഓക്കെ ഇതാണ് അദ്വിക്കുട്ടന്റെ. ടീക്കുട്ടനെ കാണിക്കൂ. അപ്പൊ ആരാണ് ഭംഗിയിൽ ചെയ്തേന്ന് നമുക്ക് അപ്പാപ്പനോട് ചോദിക്കാം. മിസ്റ്റേക്ക് ഒക്കെ അതെല്ലാം പൊട്ടി ഞാൻ നോക്കേ. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം തൊലിക്കുന്നതില് മമ്മി സഹായിച്ചു. ഗൈസ് എപ്പോഴും നല്ല മഴയാണ്. അപ്പപ്പ എങ്ങനെയാണ് തൊലിക്കണ്ടേന്ന് അപ്പപ്പ പറഞ്ഞു തരുന്നുണ്ട്. അപ്പപ്പ എല്ലാ ജാതിക്കന്റെ ഈ ഒരു സംഭവവും കൂടെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നല്ല മഴയാട്ടോ, ഇടിമിന്നൽ. എന്ത് രസാലേ, ഒന്ന് ആലോചിച്ച് നോക്കിയത് നോക്കിയേ. ഇനി നല്ല രസാട്ടോ. ഇനി ഇവിടെ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. ഓ ഓ മഴയത്ത് പോവല്ലേടാ, അത് നന്നായി വരട്ടെ. വഴുക്കും. അദ്ദിക്കുട്ടൻ കാലത്ത് മഴ അത്രയില്ല. അദ്ദിക്കുട്ടനായിരുന്നു ആ മഴ കിട്ടി. അവിടെ ആ ചാലില് വെള്ളമായിട്ടില്ല. പുഴയിൽ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പുഴ കാണൽ ചടങ്ങിലോട്ട് പോവാണ്. പക്ഷേ ടീക്കുട്ടി ഇതേ കാലൊക്കെ ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. വെള്ളം വന്നിട്ടുണ്ട് എന്നുണ്ട്. നമുക്ക് നോക്കാം. റബ്ബർ എസ്റ്റേറ്റിലോട്ട് പോവുകയാണ് ഗൈസ്. ഇത് നമ്മൾ കയറി പോകുന്നത് തന്നെ നമ്മളിത് ജാതിക്ക കേട്ടോ. രണ്ട് സൈഡും ജാതിക്കയാണ്. അത് ക്രിക്കറ്റിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ചീവീടിന്റെ ശബ്ദം. ഒരു മിനിറ്റ്, ഞാൻ സൈലന്റ് ആവാം. ഗൈസ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താ വെച്ചാൽ മഴ ആയതുകൊണ്ട് അത്യാവശ്യം പുല്ലുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മളിപ്പം ഈ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ വരത്തില്ല. പുഴ എനിക്ക് തോന്നുന്നു 4 മാസത്തിന് ശേഷമാണ് നമ്മൾ വരുന്നത്. പുഴയിൽ കുളിക്കണം, കാരണം സ്വിമ്മിങ് പഠിച്ചിട്ട് ഇവർക്ക് ഷോ ഓഫ് ചെയ്യാനുള്ള അങ്ങനെ അപ്പനും അമ്മമ്മയ്ക്കും ഇവർ രണ്ടുപേരും സ്വിം ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്ന് ഇവർക്കൊരു ആഗ്രഹം. ഓക്കെ ഗൈസ്, ഇവിടെ എല്ലാം ദേ ജാതി ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇന്നിപ്പം ചേച്ചിമാർ വന്ന് വലിക്കേണ്ട സമയമാണ്. ഇത് നോക്കൂ, ദേ ഇതെടുത്തോ കേട്ടോ. അപ്പൊ നമുക്ക് പുഴ നോക്കാം. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് കുളിക്കാൻ വരും. നോക്കട്ടെ. ഓയ്യോ അയ്യോ ടിയാ, അത് നോക്കിയേ, അതിങ്ങനെ ചുഴിഞ്ഞു പോകുന്നു, ഒഴുകി പോവും ഗൈസ്. ഇതിലിപ്പോ എങ്ങനെയാ ടിയാ കുളിക്ക? മക്കളെ പണി പാളി. ഇതിൽ നീ സ്വിം ചെയ്താ നിന്നെയും കൊണ്ട് പോവടാ. കളക്ടറൊക്കെ ലീവ് തരുന്നു. ഇപ്പൊ അത്ര വലിയ ഹെവി ആയിട്ടുള്ള മഴയൊന്നുമില്ല. അതിന് പുഴയിലെ വെള്ളം വരുന്നത് നിനക്ക് പഠിക്കും. ചില കുട്ടികൾക്ക് പുഴ കടന്ന് സ്കൂളിലേക്ക് പോകണമെങ്കിൽ. ഓ എന്റെ കൃഷ്ണ ഗൈസ്, നിമിഷാൻ്റെ എന്തായിരുന്നു അറിയോ പ്ലാനിങ് പറഞ്ഞുതരാം. നിമിഷാൻ്റെ എപ്പോഴും പ്ലാൻ ചെയ്യും, പക്ഷെ അതൊന്നും നടക്കില്ല. ഇവിടെ ഏതെങ്കിലും ഒരു മരം ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ മേലെ ഒരു കയറ് കെട്ടിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, അത്യാവശ്യം നല്ല മഴയാണ്, വെള്ളമാണ്. അതെ, പാമ്പുകൾ ഉണ്ടാവും, അതുപോലെ തേങ്ങകൾ ഇങ്ങനെ ഒലിച്ചു വരും. അപ്പോൾ കലങ്ങിയ വെള്ളമാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഇന്നത്തെ ഇപ്രാവശ്യത്തെ കുളിക്കൽ അദ്ദിക്കുട്ട, നമുക്ക് ബാബു ചാച്ചൻ്റെ അല്ല, ഒരു മിനിറ്റ് പോയി നമുക്ക് ബാബു ചാച്ചയുടെ വീട്ടിൽ പോയിട്ട് അവിടെ ഒഴുക്ക് കുറവാണെങ്കിൽ നമുക്ക് നോക്കാം. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യുക? ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ടീ ഇത് നോക്കിയടാ, ഈ ഇല മാത്രം എന്ത് കളറാണ് നോക്കിയേ. ഇത് ബദാമാണോ? ആ, ബദാമിന്റെ ഇലയാട്ടോ. പക്ഷെ നോക്കിയേ, ഇത് നോക്കിയതേ, ഇതും ആ കളറാ. ചെളിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും കാര്യമില്ല. നോക്കി എന്ത് ഭംഗി. മിസ് എന്ത് പറഞ്ഞു? എന്താ ഓക്കെ, ആ തേങ്ങ അവിടെ വെക്കൂ മുത്തേ. ഓക്കെ, ഒരു കാര്യം കാണിച്ചു തരാം. ഇത് പിടിച്ച് പാറു ഇല്ലേ, നമ്മുടെ പാറുവിന്റെ കട നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതില് നമ്മുടെ ഇവിടുത്തെ ചേച്ചിമാര് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇനി പിന്നെ ഓണം വിഷുവിനൊക്കെ അല്ലേ വരൂ. അപ്പൊ അവിടെ നമ്മുടെ പാവയ്ക്ക, ബിറ്റർ ഗാർഡ് നോക്കി ഗൈസ്, നമ്മുടെ പാറുവിന്റെ ആ ശരി എന്റെ കൃഷ്ണ, ഞാൻ വിചാരിച്ച എന്റെ കുട്ടി. കൈപ്പയ്ക്ക. ഓക്കെ, ദേ കൈപ്പയ്ക്ക. ദേ നമ്മുടെ പാറുവിന്റെ കട. ഇതില് നോക്കി എത്ര കൈപ്പയ്ക്ക തൂങ്ങിക്കിടക്കണം. തീക്കുട്ടി അതിലേ വന്നിട്ട് അതൊരെണ്ണം പറിക്കും. അതിക്കൂട്ടൻ ഇത് പറിക്കാനായില്ല കേട്ടോ. യെസ്
എവിടെ നോക്കട്ടെ മമ്മ അതിലേ വരാ. അങ്ങനെ ഞങ്ങളുടെ പാറുവിന്റെ കട ഇപ്പൊ പാവയ്ക്ക തോട്ടമായി ഗൈസ്. ഈ സൈഡ് നോക്കിയ ജാതിക്ക. ആ മെല്ലെ പോണേ മുന്നാ. ഇവിടെ ജാതിക്ക ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യേണ്ടത്. എപ്പോഴാ നോക്കിയാലും ഒരു സ്പൈസസിന്റെ മണം കേട്ടോ. ഓക്കെ, അങ്ങനെ ആ ജാതിക്കല്ല, കൈപ്പയ്ക്ക പറിച്ചോളൂ. മെല്ലെ കേട്ടോ, വള്ളിനെ കേടുവരുത്തരുത്. ട്വിസ്റ്റ് ചെയ്തിട്ട് വലിക്കുക, അപ്പം അത് പെട്ടെന്ന് പൊട്ടി വരും. ആ യെസ്, എൻ്റെ അമ്മ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ ഇനി എപ്പോൾ തീരാനാടാ? നീ എങ്ങനെയെങ്കിലും പൊട്ടിക്ക്. ഓ, ഇങ്ങനെ ഒരുത്തി. അങ്ങനെ നമ്മുടെ പാറുവിന്റെ കട ഗൈസ്. പാവയ്ക്ക ഇതായി പോയി. ഉച്ചക്ക് ഇത് ഫ്രൈ ചെയ്ത് തരാം. ഓക്കെ.